Today with me, I have everyone's favorite creator, Min the foodie. Welcome to the show. ഞാൻ ആക്ച്വലി മിനിനെ ഫസ്റ്റ് കാണുന്നപ്പോൾ അറിയോ 2020 കുറേ മുന്നേ 2021 നിങ്ങളൊരു വീഡിയോ ചെയ്തില്ലേ ഒരു ബർഗറിന്റെ അലിബായ്സ് സുലൈമാൻ ഖാൻ യെസ് അങ്ങനെ ഞങ്ങൾ ഫോളോ ചെയ്ത് അത് കുറേ മുന്നേ 2021 നൗ ദിസ് ഇസ് 2026 ആൻഡ് ഇപ്പം യു ആർ എ വെരി ഹ്യൂജ് ക്രിയേറ്റർ. ഹൗ ഡസ് ഇറ്റ് മേക്ക് യു ഫീൽ ആക്ച്വലി ആസ് എ ക്രിയേറ്റർ? ആക്ച്വലി സാച്ചുറേറ്റഡ് ആണ്, ബട്ട് സ്റ്റിൽ ഡൂയിങ് വിത്ത് ദ ഫ്ലോ. ലൈക്ക് അപ്പം കുറേ ഭയങ്കര ഫെയിം വന്ന് അപ്പം ഐ വാസ് ലൈക്ക് ക്വിറ്റിങ്. ഞാൻ എനിക്കും ക്വിറ്റായിട്ടും വലിയ കാര്യമൊന്നുമില്ല, ഓൾറെഡി മൈ ഫേസ് ഈസ് എവ്രിവെയർ. ക്വിറ്റ് ചെയ്യുന്നതിന് പകരം ഐ തോട്ട് ഓഫ് ഡൂയിങ് സംതിങ് വെരി മീനിങ് ഫുൾ ടു ദ പീപ്പിൾ. എനിക്ക് ഇത്രയും റിസോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും കണക്ഷൻസ് ഉണ്ട്. സോ എന്തായാലും ഞാൻ കുടിച്ച് കയറാന്നുള്ളതിൽ ഐ സ്റ്റാർട്ടഡ് എ കമ്മ്യൂണിറ്റി ഫോർ റെസ്റ്റോറൻറ്റ് ഓണേഴ്സ്. ഓക്കെ സോ ദാറ്റ് ഇസ് മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ച്വലി. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ 2021 നിങ്ങൾ അതിന് മുന്നേ തുടങ്ങിയത്, ഏത് ഇയറാണ് തുടങ്ങിയത്? 2019 തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ സോ ദാറ്റ് ബിഫോർ ദാറ്റ് ഇസ് ലൈക്ക് 7 years. ഓക്കെ 7 years ഓഫ് കോണ്ടന്റ് ക്രിയേഷൻ. ആൻഡ് ലൈക്ക് യു സെഡ് ഇപ്പോൾ ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്. അങ്ങനെ ആകുമ്പോഴും മിൻ ദ ഫുഡി എന്ന് പറയുമ്പോൾ എവ്രി വൺ നോസ്, അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് എപ്പോഴും. സോ അത് വൈ ഡു യു തിങ്ക് യു ആർ ഓൾവേസ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ലെയർ? People always used to tell me like your content is നല്ല ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റിൽ അതുണ്ട്, ഇതില്ല എന്നല്ല. വി ടുക്ക് ലോട്ട് ഓഫ് എഫർട്ട് ബിഹൈൻഡ് എവ്രി വീഡിയോ വി ഷൂട്ട്. പക്ഷേ ഐ സ്റ്റിൽ ബിലീവ് അതിനേക്കാളൊക്കെ അപ്പുറം ആൾക്കാർക്ക് ക്വാളിറ്റി തോന്നുന്നത് ഐ യൂസ് ടു ബി മോർ സെലക്റ്റീവ്. റെസ്റ്റോറൻറ്റ്സ് എവ്രി വർക്ക് ഐ ഗെറ്റ്, ലൈക്ക് എന്ത് എനിക്ക് വർക്ക് എൻക്വയറി വന്നാലും ഐ എം വെരി സെലക്റ്റീവ് അബൌട്ട് വാട്ട് ഐ എം ചൂസിങ്. അതിപ്പം എന്ത് വർക്ക് വന്നാലും അത് എന്നെ കൊണ്ട് എനിക്ക് പറ്റിയൊരു സാധനമാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഷൂട്ട് ചെയ്യുന്നതിൻ്റെ 90% ഞാൻ നോ പറഞ്ഞിട്ട് ബാക്കി 10% മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്യുന്നു എനിക്ക് വരുന്ന എൻക്വയറീസിൽ. അപ്പം ഐ തിങ്ക് ദാറ്റ് മേക്സ് പീപ്പിൾ ഫീൽ ലൈക്ക് ദ ക്വാളിറ്റി. ലൈക്ക് എല്ലാം ഞാൻ വാരി വലിച്ച് ചെയ്യുന്നില്ല. ഇപ്പം എഡ്യൂക്കേഷൻ വീഡിയോസ് വരാറുണ്ട്. എഡ്യൂക്കേഷനിൽ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഒരൊറ്റ ബ്രാൻഡിൻ്റെ എഡ്യൂക്കേഷൻ ടൈപ്പ് സാധനങ്ങൾ ചെയ്തിട്ടുള്ളൂ, ഇനി ചെയ്യുള്ളൂ, വെറുതെ ചെയ്യുള്ളൂ. പിന്നെ ഇക്ടെക് ബ്രാൻഡ്സ് വരാറുണ്ട്, ലൈക്ക് പിന്നെ ഹോസ്പിറ്റൽസ് വരാറുണ്ട്. ഈ ഫുഡിനേക്കാളൊക്കെ അപ്പുറം എനിക്ക് ഡബിൾ ട്രിപ്പിൾ എമൗണ്ട് ഫുഡിൽ നിന്ന് വാങ്ങാൻ പറ്റിയ കാറ്റഗറീസാണ് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. സ്റ്റിൽ ഐ സേ നോ, ബിക്കോസ് ഐ ഡോണ്ട് ദ ഇൻഡസ്ട്രി വെരി വെൽ. ഞാൻ ആകെ ചെയ്യല് അമെൻഡന്റൽ എന്ന് പറഞ്ഞിട്ട് എനിക്കുണ്ട്. ലൈക്ക് ഐ ഷെയർ മൈ എക്സ്പീരിയൻസ് ആസ് എ കസ്റ്റമർ. അത് ഐ വാസ് their customer. അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. ഇനി അതല്ലാതെ അത് ദെൻ ഫുഡ് എന്ത് വന്നാലും ഐ സെർച്ച് വാട്ട് ക്യാൻ ഐ ഡു ഇൻ ദാറ്റ്. എനിക്ക് ഒരു കസ്റ്റമർ ആവാൻ പറ്റിയെങ്കിൽ മാത്രമേ അത് പ്രൊമോട്ട് ചെയ്യുള്ളൂ. പിന്നെ ഒരു ജേണലിൽ നിന്നുള്ള 2 ബ്രാൻഡ്സിനെ ഞാൻ ഒരുമിച്ച് പ്രൊമോട്ട് ചെയ്യില്ല. അത് ദെൻ ഫുഡ് ഇപ്പം നമുക്ക് ഇന്ന് സബക്ക് വേണമെങ്കിൽ 3 സ്ഥലത്ത് ഒരു ഫുഡ് കഴിക്കാം. പക്ഷെ ഒരിക്കലും സബ നാളെ ഒരു ഡെന്റൽ ക്ലിനിക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ സർവീസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യില്ല. സോ ഐ തിങ്ക് ദാറ്റ് മേക്സ് പീപ്പിൾ ഫീൽ ദ ക്വാളിറ്റി ആൻഡ് ജെന്യുവിനിറ്റി. അതൊരു ആസ് എ ക്രിയേറ്റർ ഭയങ്കര നല്ലൊരു സംഭവമാണ്. കാരണം എല്ലാവരും ഇപ്പോൾ പൈസ കിട്ടുമെങ്കിൽ ദേ വിൽ ഡു ദ റെസ്റ്റ്. ദേ വിൽ പെയ്ഡ് പ്രൊമോഷൻ ആണെങ്കിൽ ഞാൻ വേണ്ടാന്ന് തന്നെ പറയും, പൈസ വേണ്ടാന്ന്. അതാണ് എക്സാക്ട്ലി. സോ ദാറ്റ് ഈസ് എ റിയലി ഹ്യൂജ് ക്വാളിറ്റി ഓഫ് യോഴ്സ്. അപ്പം യു സ്റ്റാർട്ടഡ് സ്മോൾ, റൈറ്റ്? ലൈക്ക് എല്ലാവർക്കും ഒരു ഹംബിൾ ബിഗിനിങ് ആണ്. യു സ്റ്റാർട്ടഡ് സ്മോൾ, വെരി സ്മോൾ. യാ, എൻ്റെ അടുത്തൊരു ഫോൺ പോലും ഇല്ലേ, മര്യാദയ്ക്ക് ഒരു ഫോൺ പോലും ഇല്ലേ. ഐ വാസ് യൂസിങ് മൈ ഗാലക്സി M24 ഷൂട്ട് സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു DSLR ഉണ്ടായിരുന്നു, അതൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് പോയിട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ട്. പക്ഷെ അത് പ്രാക്ടിക്കൽ അല്ല. അപ്പം ഐ യൂസ് ടു എൻ്റെ സർക്കിളിൽ ഉണ്ടാവുമല്ലോ, സർക്കിളിലുള്ള ആൾക്കാരെ ഫോണിലായിരുന്നു ഒരു 2 years ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഐ യൂസ് ടു വെയിറ്റ് ദം, ലൈക്ക് ഒരു വന്നാലേ ഷൂട്ട് നടക്കുള്ളായിരുന്നു. ദേ യൂസ് ടു കീപ് ദെയർ ഫോൺ ഇൻ ഫ്ലൈറ്റ് മോഡ് ആൻഡ് എനിക്ക് തരുമായിരുന്നു. അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ഫ്രണ്ട്സ്, ഒരുപാട് ഫ്രണ്ട്സ്. അപ്പോൾ അവരൊക്കെ ഭയങ്കര ഹാപ്പി ആക്കില്ലേ? യാ, സോ യു സ്റ്റാർട്ടഡ്. ഇപ്പം യു ഹാവ് എ ലോട്ട് ഓഫ് ഫോളോവേഴ്സ് ആൻഡ് യു ആർ ഇൻ എ വെരി ഗുഡ് ലൈക്ക് ഫോളോവേഴ്സ് കൗണ്ട്. ആക്ച്വലി ലോട്ട് ഓഫ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഗിവ് അവേസ് ചെയ്യില്ല. ഗിവ് അവേ അതും എൻ്റെ എത്തിക്സിലുള്ള സാധനം. നോ ഫോർ ഗിവ് അവേ. എന്റെ കണ്ടന്റ് കാണാതെ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ എനിക്ക് വേണ്ടാന്നുള്ള. സോ ദാറ്റ്സ് വൈ ഐ ആം സ്റ്റിൽ in 190K or something. എൻ്റെ ശേഷം തുടങ്ങിയ ആൾക്കാരും 1 കൊല്ലം മുന്നേ തുടങ്ങിയ ആൾക്കാരും 1 million അടിച്ച ആൾക്കാരുണ്ട്.
എനിക്ക് അങ്ങനത്തെ ഫോളോവേഴ്സിനെ വേണ്ട. പക്ഷേ കോർ ഓഡിയൻസാ അതെ അതെ. ആൻഡ് ദാറ്റ്സ് വൈ ഐ തിങ്ക് യുവർ എൻഗേജ്മെന്റ് ഇസ് വെരി ഗുഡ്. പെർ റീൽ നോക്കുകയാണെങ്കിൽ നിങ്ങളെ ഫോളോവേഴ്സിനെക്കാളും ആ ഒരു എൻഗേജ്മെന്റ് റേറ്റ് ഇസ് ക്രേസി. ഗിവ് അവേ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു അൺഫോളോ റേഷ്യോ കുറയും. അൺഫോളോ റേഷ്യോ കുറഞ്ഞാൽ തന്നെ പേജ് അത്യാവശ്യം ആക്ടിവേറ്റ് കീപ്പ് ആവും. ഓക്കെ, കാലിക്കറ്റിലെ ഒരു ക്യുസീൻ നിങ്ങൾക്ക് തോന്നാണ് ഈ ക്യുസീന് കാലിക്കറ്റ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ പോയി നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് ഫുഡ്, റൈറ്റ്? അങ്ങനെ ഒരു പെർട്ടിക്കുലർ ക്യുസീൻ കാലിക്കറ്റ് ഉണ്ടെങ്കിൽ സൂപ്പർ ആവേനു എന്നുള്ളതാണെങ്കിൽ ഏത് ചൂസ് ചെയ്യും? കാലിക്കറ്റിൽ ഇത്രയും കാലം ഒരു മിസ്സിംഗ് ഉള്ള സാധനം ഹെൽത്തി കൈൻഡ് ഓഫ് സാധനങ്ങൾ ഇല്ലായിരുന്നു. ഞാൻ മോർ ഇൻടു അങ്ങനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് വേണ്ടി ഉത്തരം കിട്ടിയെന്ന് വരില്ല. പക്ഷെ ഇപ്പൊ കുറെ വന്നു തുടങ്ങി. ബട്ട് സ്റ്റിൽ അതിലൊരു കസ്റ്റമൈസേഷൻ കൈൻഡ് ഓഫ് സാധനങ്ങളൊന്നും ഞാൻ വിചാരിക്കുന്ന പോലെ കേട്ടോ ഉണ്ടാവാം. പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് ലൈക്ക് പ്യൂർ അറബിക് യമനി ഫുഡ് ഉണ്ട്, മെഹ്റാബ് ഉണ്ട്. പക്ഷെ അതിലത്തെ കുറെ ഐറ്റംസ് ഒന്നും ഇപ്പോഴും നാട്ടിലെത്തിയിട്ടില്ല. ഒമാനി ഷുവ ലൈക്ക് അങ്ങനത്തെ കൈൻഡ് ഓഫ് സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. അത് ഭയങ്കര പണിയാ. അത് ചെയ്യാൻ ഒരു കുയില് മീറ്റ് ഇട്ട് 24 hours ചെയ്താൽ ലൈക്ക് അങ്ങനൊക്കെ ഒമാനീസ് വീട്ടില് പെരുന്നാക്ക് ഉണ്ടാക്കുന്ന സാധനം. അപ്പൊ അങ്ങനത്തെ കൈൻഡ് ഓഫ് യമനി കൈൻഡ് ഓഫ് സാധനങ്ങളൊന്നും കാലിക്കറ്റ് മെഹ്റാബിൽ ഉണ്ട്. ബട്ട് സ്റ്റിൽ കുറച്ചുകൂടെ കുറെ ഐറ്റംസ് ഉണ്ട്. അപ്പം അത് വന്നാൽ അടിപൊളിയാവും. ദിസ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. എനിക്ക് ചോദിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ഈ കോണ്ടന്റ് ക്രിയേഷന്റെ വിച്ച് പാർട്ട് ഡു യു എൻജോയ് ദി മോസ്റ്റ്? ടു ബി ഹോണസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ലൈക്ക് ഫോളോവേഴ്സ് ഭയങ്കര അഡ്രിനലിൻ. നൗ the way people admire me. Like ഇപ്പം ചെറിയ കടകളൊക്കെ നമ്മളെടുക്ക് വരി ചെയ്യും. ബിസിനസ്സുകാരെക്കാളും എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ അഡ്മയർ ചെയ്യുമ്പോൾ ഐ ഫീൽ വെരി പ്രൗഡ്. ലൈക്ക് ഇപ്പൊ നമ്മൾ ചെയ്താണ് ലിസി ഹോട്ടൽ ഞാനാണ് ഫസ്റ്റ് ഞാനാ ചെയ്യുന്നത്. ഇപ്പൊ കുറെ വെച്ചാൽ ഇപ്പൊ ഒരു വലുതാക്കി ഒരു കച്ചവടം ലൈക്ക് അത്ര ഒരിക്കലും ഞാൻ ചെയ്തത് കൊണ്ടായി എന്നല്ല, ലൈക്ക് കുറച്ചുകൂടി ഓഡിയൻസിലേക്ക് എത്തി. ഞാനാണത് ഫസ്റ്റ് ചെയ്യണത്. അതുപോലെ ഇവിടെ ഒരു വെള്ളയിലൊരു ഇബ്രാഹിം ഖാന്റെ കട ഉണ്ട്, ഒരു അവിൽ മിൽക്ക് കൊടുക്കണ സനൂഫ് ഇബ്രാഹിം എന്ന് പറഞ്ഞ. അതും ഞാൻ തോന്നുന്നു ഞാൻ വ്ളോഗ് തുടങ്ങിയ സമയത്ത് രണ്ടാമത്തെ വീഡിയോ ഇട്ടത് അതിൻ്റെത്. അതും ഇപ്പം ഓരോ ബാക്കിലായിരുന്നു ഓരോ വീട്. ആ ഷോപ്പിന്റെ ആദ്യം ഒരു ഫ്രിഡ്ജ് ഷോപ്പായിരുന്നു, അതിപ്പം വേറെ ഷോപ്പായി. ആ ബാക്കിലുള്ള വീട് ഒരു മാറി അത് മൊത്തം ഡൈനിങ് ആക്കി. ലൈക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഐ ഫീൽ വെരി പ്രൗഡ്. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളൊരു ഒരിക്കലും ഞാൻ കാരണം അത് ഇപ്പം ആദ്യം നിങ്ങൾ ഫുഡ് ബ്ലോഗിങ് അല്ലെങ്കിൽ ഈ ഫുഡ് സംഭവം നിങ്ങളൊരു പാഷനായിട്ടാണല്ലോ ചെയ്തിട്ടുണ്ടാവുക, ബട്ട് അല്ലേ ബിസിനസ് മൈൻഡിൽ ചെയ്താണോ? അതുമല്ല, ലൈക്ക് എങ്ങനെയൊക്കെ ഇങ്ങനെ എത്തിപ്പെട്ടതാണ്. ലൈക്ക് എവ്രിവൺ എല്ലാരും അങ്ങനെ തന്നെയല്ലേ. ഞാനിങ്ങനെ ഒരു ആക്സിഡന്റലി ക്രിയേറ്റർ ആയതാണ്. എനിക്ക് ഇഷ്ടാട്ടോ വീഡിയോ എടുക്കാൻ. എനിക്ക് ആകെ ഇഷ്ടമില്ലാത്തൊരു സാധനം പ്രൈവസി ഇഷ്യൂസ് ആണ്. ആകെ എനിക്ക് ഇതിൽ ഇഷ്ടമില്ലാത്തൊരു സാധനമുള്ളൂ. അത് ആ ഒരു സാച്ചുറേഷൻ എത്തി എന്ന് പറഞ്ഞാൽ സ്റ്റിൽ എൻ്റെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് ഞാനാണ് ഇപ്പോഴും. ഈവൻ ദോ ഐ ഹാവ് 2-3 editors in my team. എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യല് അപ്പൊ ഞാൻ ചോദിച്ചാൽ ഇപ്പം ഓക്കെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ആക്സിഡന്റൽ ക്രിയേറ്റർ ആണ്, സ്റ്റിൽ ഇറ്റ് ഈസ് യുവർ ബ്രെഡ് ആൻഡ് ബട്ടർ. ഡെഫിനറ്റ്ലി എൻ്റെ കമ്പനി ബിൽഡ് ചെയ്തൊക്കെ ഫുഡ് ബ്ലോഗിംഗ് അല്ല. അതെ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എല്ലാം. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഐ ആം ആസ്കിങ്. ഇപ്പം ഇങ്ങനെ ആകുമ്പോൾ ഈ ഫുഡ് ഓക്കെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ എപ്പോഴും പിന്നെ അതൊരു നിങ്ങൾ ജോബ് പോലെ ആയല്ലോ, അപ്പൊ അതിനോടൊരു ഇൻട്രസ്റ്റ് ഇങ്ങനെ പോവും നമ്മള് ലൈക്ക് എന്ത് സാധനമാണെങ്കിലും ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് പോകും. ഇൻട്രസ്റ്റ് പോകുമ്പോൾ നിർത്താനാണ് അതിന് റിയൽ ലവ് എന്ന് പറയില്ലല്ലോ. അത് എന്ത് സാധനത്തിനും ഇപ്പൊ ജോലി ആണേലും റിലേഷൻ ആണേലും എവ്രിവെയർ അതൊരു യൂണിവേഴ്സൽ റൂളാ. ഇൻട്രസ്റ്റ് പോകുമ്പോൾ നിർത്തലല്ലോ, ഇൻട്രസ്റ്റ് പോകുമ്പോൾ നമ്മൾ ചെയ്യല്ലേ വേണ്ടി. നമുക്ക് പല മൂഡും ഉണ്ടാവും. നമുക്ക് ചെയ്യാൻ തോന്നും, ചിലപ്പോൾ ചെയ്യാതെക്കാൻ തോന്നും, ചിലപ്പോൾ എടുത്ത് വലിച്ചെറിയാൻ തോന്നും. ലൈക്ക് അന്നേരമൊക്കെ കൺസിസ്റ്റന്റ്ലി നമ്മളതിൽ നിൽക്കാന്നുള്ളത് തന്നെയാണ് അത് നമ്പർ 1 റൂൾ. പിന്നെ അവിടെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ അത് റിയൽ ലവ് അല്ല, ദാറ്റ്സ് നോട്ട് റിയൽ. എന്തിനോടാണെങ്കിലും ഈവൻ ഇറ്റ്സ് ഹ്യൂമൻ എവ്രിതിങ്. ഇൻട്രസ്റ്റ് പോകുമ്പോൾ നിർത്താറ് പിന്നെ തുടങ്ങാണ്ടിരിക്കുന്ന പോലെയല്ലേ. സോ കോൺഗ്രേഷൻ തുടങ്ങിയപ്പം ഇവിടെ എത്തി, അപ്പം ഇങ്ങനെ തോന്നുന്നുണ്ടോ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങണ മുന്നേ എന്തെങ്കിലും അറിയുമെങ്കിൽ ബെറ്റർ ചെയ്യുന്നു? ഒന്നുമില്ല. ലൈക്ക് ഞാൻ തുടങ്ങിയ സമയത്ത് ആരും ഇല്ലേനു നോക്കി പഠിക്കാനും ഇതിനൊന്നും നമുക്ക് റെഫറൻസ് ഇല്ല.
അപ്പം സീറോ കോമ്പറ്റീഷൻ, സീറോ അല്ല ബട്ട് സ്റ്റിൽ ഇന്നുള്ള അത്ര കോമ്പറ്റീഷൻ ഇല്ല. നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നില്ല ക്വാളിറ്റി ഇല്ല എന്ന് തോന്നില്ല, കാരണം ക്വാളിറ്റി ഉള്ള ഒരാളെന്ന് നോക്കാനില്ലേനും ഉണ്ട്, 2-3 ആൾക്കാരുണ്ട് ബട്ട് സ്റ്റിൽ ഇത്ര കോമ്പറ്റീഷൻ ഇല്ലേനും. ഇപ്പോഴത്തെ ആൾക്കാരെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ചുറ്റും നല്ല നല്ല സാധനങ്ങളാണ്. ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷനിൽ ഇറങ്ങുകയാണെങ്കിൽ എല്ലാവരുടെ ഐഫോൺ ഉണ്ടാവും. അപ്പോൾ ക്വാളിറ്റി കുറവുള്ള സാധനം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഹെവി എഡിറ്റിംഗ് ഇപ്പൊ ഞാൻ സ്റ്റിൽ ബിലീവ് ചെയ്യുന്ന ഒരു സാധനം വെച്ചാൽ ഞാൻ അന്ന് ചെയ്ത അത്ര ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോ ഒന്നൊരാൾക്കും ചെയ്യാൻ പറ്റില്ല. എന്റെ ഫോണൊക്കെ വെച്ച് ആർക്കും പറ്റൂല. അപ്പൊ അത്രയും ഇതിൽ നിന്നാണ് ലൈക്ക് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇപ്പൊ ചെയ്യുന്ന വീഡിയോസ് പോലത്തെ ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോ ഇപ്പോഴത്തെ ബിഗിനേഴ്സ് പോലും ചെയ്യില്ല. മനസ്സിലായി. ഓക്കെ, സോ അങ്ങനെ ഒന്നും ഇല്ല, ഇങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ബെറ്റർ ഫ്രം ഓൺ ദ റൈറ്റ് ടൈം. ഓക്കെ, സോ റൈറ്റ് നൗ യു ആർ എ ഫുഡ് ബ്ലോഗർ. അത് കഴിഞ്ഞ് യു ഹാവ് സ്റ്റാർട്ടഡ് എ കമ്മ്യൂണിറ്റി കോൾഡ് മിൻ കണക്ട്സ്. സോ ടെൽ മി അബൌട്ട് ദാറ്റ്. എന്താണ് അത് എക്സാക്ട്ലി? എന്തെങ്കിലും ഗോൾ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതൊരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ടൈം വന്നപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ലൈക്ക് വാട്ട് ഐ ക്യാൻ ഡു വിത്ത് ദ തിങ്സ് ഐ ഓൺ. കണക്ഷൻസ്, നെറ്റ്വർക്ക്സ്, അത്രയും റെസ്റ്റോറൻറ്റ് ഓണേഴ്സിൻ്റെ നെറ്റ്വർക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ, കുറേ റിസോഴ്സസിൻ്റെ കയ്യിലുണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്, ഇതൊക്കെ കൂടി ഞാൻ എന്താക്കാൻ. അപ്പോൾ ഐ തോട്ട് ഓഫ് ലൈക്ക് ഹെൽപ്പ് പീപ്പിൾ ത്രൂ എ കമ്മ്യൂണിറ്റി. പലർക്കും ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഉപ്പാൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവും, സ്വന്തമായിട്ട് പൈസ ഉണ്ടാവും, കുടുംബത്തിൽ ആരും ചോദിച്ചാൽ പൈസ കൊടുക്കും. ഇതൊന്നും ഇല്ലെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്സ് കൊടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ റെഡിയാണ്. പക്ഷെ ഇവർക്ക് ഇല്ലാത്ത സാധനം എന്ന് വെച്ചാൽ റൈറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, റൈറ്റ് ഗൈഡൻസും റൈറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷനും നമ്മളെ സൊസൈറ്റിയിൽ ഇല്ല. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഐ സ്റ്റാർട്ടഡ് എ കമ്മ്യൂണിറ്റി വിത്ത് ലീഡിങ് റെസ്റ്റോറൻറ്റ് ഓണേഴ്സ്. അത്യാവശ്യം അറിവുള്ള, അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ഞാൻ ഓൺബോർഡ് ചെയ്തിട്ട് ഞാൻ ആൾക്കാരോട് ലൈക്ക് എൻ്റെ വീഡിയോസിലൂടെ വർക്കിംഗ് എന്താ വെച്ചാൽ ഇപ്പം സബ യു സ്റ്റാർട്ടഡ് എ കഫേ. യു ഡോണ്ട് നോ ഹൗ ടു ഫയൽ IT ഫോർ റെസ്റ്റോറൻറ്റ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് STP എന്താണെന്ന് അറിയില്ല, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എങ്ങനെ ചെയ്യും, ഏത് ടീം നല്ല വൃത്തിക്ക് ചെയ്യും സബക്ക് അറിയില്ല. അപ്പോൾ സബ എന്താക്കും, ഗൂഗിളിൽ നോക്കും, ഫസ്റ്റ് തിങ് ഗൂഗിളിൽ നോക്കും, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലുള്ള ഒരാളെ ചോദിക്കും. പക്ഷേ സബക്ക് അങ്ങനെ ഒരാളെ അറിയില്ല. സബ എന്താക്കും, ഗൂഗിളിൽ നോക്കും. ഫസ്റ്റ് SEOയും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നിൽ നിൽക്കുന്ന ടീമിനെ സബ കോൺടാക്ട് ചെയ്യും. ഒരു പറയും ഞാൻ നമ്മൾ ഇന്ന ചെയ്തിട്ടുണ്ട്. കാരണം STP എന്നൊക്കെ വെച്ചാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് റെസ്റ്റോറൻറ്റ്സിൽ. സീവേജ് പ്ലാൻ ട്രീറ്റ്മെന്റ്, വേസ്റ്റ് ട്രീറ്റ്മെന്റ്. ദാറ്റ്സ് വെയർ മിൻ കണക്ട് നേരെ കമ്മ്യൂണിറ്റിയിൽ ചോദിക്കുക. അപ്പം ഒരു റെസ്റ്റോറൻറ്റ് അറിയും നമ്മൾ ഇത് ചെയ്ത ടീം അടിപൊളിയാണ്, നമ്മൾ അവരെ കോൺടാക്ട് ചെയ്ത് അറിയും. സബക്ക് പാക്കിംഗ് മെറ്റീരിയൽസ് വേണം, എവിടെ നല്ല സാധനം കിട്ടുന്ന അറിയില്ല, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സാധനം സബക്ക് എവിടെ കിട്ടുന്ന അറിയില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് കമ്മ്യൂണിറ്റിയിൽ ഇട്ടാൽ അതിൽ ആരെങ്കിലും റിപ്ലൈ കൊടുക്കും. അല്ല, ഇതിപ്പോൾ ഒരു പ്രോഫിറ്റബിൾ ലൈക്ക് ഐ ചാർജ് പെർ പേഴ്സൺ പെർ ഹെഡ് പെർ മന്ത്. അത് ഈ കമ്മ്യൂണിറ്റി ചേരണമെങ്കിലാണോ? ചേരണമെങ്കിൽ പെർ ഹെഡ് സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഓട്ടോ പേ ഉണ്ട്. അപ്പൊ അത് പ്രോഫിറ്റിന് വേണ്ടി മാത്രമല്ല, ഐ ഡോണ്ട് വാണ്ട് ദിസ് റാൻഡം പീപ്പിൾ വെറുതെ ഒന്ന് കയറി നിന്ന് നോക്കാന്ന്. അതിന്റെ ഡാഷ്ബോർഡ് നോക്കിയാൽ കാണാം ഒരു 2000 എങ്കിലും പെർ മന്ത് വിസിറ്റ്സ് ഉണ്ട്, ലിങ്ക് വിസിറ്റ്സ്. പക്ഷെ അതിലാകെ 230 പീപ്പിൾ ഉള്ളൂ, സ്റ്റിൽ 230 ഉള്ളൂ. ഫിൽട്രേഷൻ ആണ്, ഏൺ മണി. പക്ഷെ അതിന്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഫിൽട്രേഷന് വേണ്ടിയിട്ടാണ് ആ പൈസ വെച്ചത്. അതാകുമ്പോ പിന്നെ റോങ് ഇൻഫർമേഷനും പോകില്ല ഈ ബാക്കിയുള്ളത്. അത്യാവശ്യക്കാരെ അതിൽ കയറുള്ളൂ. സോ ഇപ്പൊ നിങ്ങൾ ചെയ്ത ഫുഡ് കോണ്ടന്റ് ക്രിയേഷൻ സംഭവല്ലേ, ഇസ് ദാറ്റ് വാട്ട് യുവർ ഫാമിലി വാണ്ടഡ് യു ടു ഡു ബിഫോർ? നോ. എൻ്റെ ഫാമിലി നല്ല അത്യാവശ്യം എഡ്യൂക്കേഷന് എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫാമിലിയാണ് ഭയങ്കരമായിട്ട്. മെയിൻലി ഗവൺമെന്റ് ജോബ് അങ്ങനെ ആരുമില്ല ഫാമിലിയിൽ. ആകെ ഒരു മാമൻ എന്തോ KCB-ലുള്ളൂ, ഇല്ല. പക്ഷെ ഗവൺമെന്റ് ജോലി കിട്ടാന്നൊക്കെ ഉള്ളത് ഭയങ്കര ആഗ്രഹം. ഹാപ്പി. ഇപ്പോഴും വേണമെങ്കിൽ IAS പഠിക്കാൻ പോകാൻ സമ്മതിക്കും. പക്ഷേ സ്റ്റിൽ അവർക്ക് പിന്നെ കാര്യത്തിൽ കൺസേൺസ് 5 to 6 years ആയിട്ട് കൺസേൺ ഇല്ല. ഇപ്പം നിങ്ങൾക്ക് ചില റെസ്റ്റോറൻറ്റ്സിൽ പോയാൽ ഫുള്ള് പെയ്ഡ് അല്ലേ ചെയ്യും, ലൈക് മോസ്റ്റ്ലി പെയ്ഡ് അല്ലേ ചെയ്യാം, പെയ്ഡ് അല്ലാത്തത് ചെയ്യലുണ്ടോ?
അല്ലാത്ത കുറച്ചായി ചെയ്തിട്ട് ബട്ട് ചെയ്യലുണ്ട്. എന്താ വെച്ചാല് കുറെ വ്ളോഗേഴ്സ് ഉള്ളതുകൊണ്ട് ഓരോ ചെയ്തോളത് ബുദ്ധിമുട്ടണ്ട. ഇപ്പൊ എനിക്ക് പെയ്ഡ് ചെയ്യാനുള്ള സമയം പോലും കിട്ടുന്നില്ല. വെരി ബിസി വിത്ത് മൈ കമ്പനി. Okay, got it. Do you cook? Yeah. You do? Enjoy ചെയ്യലുണ്ടോ? Not often. Okay. ഞാൻ പറഞ്ഞേ പിന്നെയും ഐ കുക്ക് ലൈക്ക് ചിക്കൻ ബ്രസ്റ്റ്, അങ്ങനെ ചിക്കൻ ബ്രസ്റ്റ് ഞാൻ സ്റ്റേക്ക് ആക്കും. പിന്നെ റൈസും അങ്ങനത്തെ സാധനങ്ങൾ നോക്കൂല, റൈസ് കറി ലൈക്ക് അങ്ങനെ നോക്കൂല. പിന്നെ നോർമൽ ചോറ് കറി നോക്കൂല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എനിക്ക് തന്നെ മൈൻഡിൽ തോന്നുന്ന രീതിയിൽ ഞാൻ മസാലാസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് എവിടെയും കണ്ട റെസിപ്പി ഒന്നും അയക്കൂല. പക്ഷെ എനിക്ക് ഇങ്ങനെ തോന്നും ഈ സാധനം ആഡ് ചെയ്താൽ രസം ഉണ്ടാവും, മസാലയിൽ ഇങ്ങനെ ആഡ് ചെയ്താൽ രസം ഉണ്ടാവും. എന്നിട്ട് ഞാൻ ബ്രസ്റ്റ് നല്ലോണം കുക്ക് ചെയ്യും. ഞാനിപ്പോ ഓറഞ്ച് ഒക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്യും. നല്ല പാളിക്കില്ല നേരെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇത്ര ഫോളോവേഴ്സ് ആയല്ലോ, അല്ലെങ്കിൽ ഇപ്പം കുറെ റെസ്റ്റോറൻറ്റ്സ് നിങ്ങൾ വിളിക്കും വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ ഹാവ് യു എവർ ഫെൽറ്റ് ഒരു പ്രഷർ ടു ഡു തിങ്സ് ഓർ ടു മീറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്? ലൈക്ക് ഇപ്പം റെസ്റ്റോറൻറ്റ് ഓണേഴ്സ് ഇപ്പം ഈവൻ ദോ ഇഫ് യു ഡോണ്ട് ലൈക്ക് ദ ഫുഡ് മച്ച്, ഇപ്പം നിങ്ങൾ വേ യു എവർ ഫോഴ്സ് ടു സേ ലൈക്ക് ഇത് ടേസ്റ്റ് ഉണ്ട് എന്ന് പറയേണ്ടി വന്നിട്ടുണ്ടോ? എനിക്ക് ഞാൻ 2-3 സ്ഥലത്ത് നിന്ന് ഇറങ്ങി പോന്നിട്ടുണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട്. അതായത് പ്രൊമോഷൻ ചെയ്യാൻ പോയിട്ട് ഞാൻ റീഷൂട്ട് ചെയ്യാം, ഞാൻ പിന്നെ വന്ന് ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ ഐ ചാർജ് ഒരു 5K എക്സ്ട്രാ ചാർജ് ചെയ്യും പറഞ്ഞ പേയ്മെന്റ് ഫോർ ദ ടൈം, ഫോർ ട്രാവൽ എവറിത്തിങ്. അങ്ങനെ ഒരു സാധനം ഞാൻ ചെയ്തിട്ട് തീരെ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 സ്ഥലത്ത് നിന്ന് അങ്ങനെ ഇറങ്ങി പോരേണ്ടി വന്നിട്ടുണ്ട്. ഇത്ര നല്ലത് പറഞ്ഞാലും എൻഡ് ഓഫ് ദി ഡേ ഫുഡിന്റെ കാര്യത്തിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാവർക്കും പറ്റൂല. അപ്പൊ നമ്മൾ പോയിട്ട് നല്ലത് പറയും, നമുക്ക് നല്ലത് കിട്ടും. പിന്നെ വേറെ ആരെങ്കിലും പോകുമ്പോൾ അവർക്ക് മോശം ഫുഡ് കിട്ടും. പക്ഷെ അത് ആദ്യം നമുക്കാണ് വരാം. അപ്പൊ എത്ര ജെന്യൂൻ ആയിട്ട് ചെയ്താലും ഫോർ ഷുവർ എന്തായാലും നെഗറ്റീവ്സ് വരും. പിന്നെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ ടേസ്റ്റ് ബഡ്സിന്റെ ഡിഫറൻസിൽ ആൾക്കാർക്ക് ടേസ്റ്റ് ഡിഫറൻസ് വരുമ്പോൾ ആൾക്കാരത് മനസ്സിലാക്കില്ല. നിങ്ങളുടെ ടേസ്റ്റ് ബഡ്സ് ലൈക്ക് നിങ്ങളൊരു ടേസ്റ്റ് ഓഫ് ഫുഡ് അല്ലായിരിക്കും മറ്റുള്ളവർ പ്രിഫർ ചെയ്യുന്നത്.